നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമേ. ഇത് ചക്ക അലുവയാണ്. നമ്മൾ നല്ല പൂ പോലെ കഴിക്കുമ്പോൾ പൂ പോലെ എന്ന് പറയില്ലേ, അതുപോലെ കഴിച്ചിട്ട് നല്ല പൂ പോലുള്ള ചക്ക ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാവേ. കണ്ടോ, പെർഫെക്റ്റ് ആണ്. നോക്കിക്കേ, ആ ഷേപ്പൊക്കെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇത് നമ്മുടെ ഈ സീസണിലെ ഏറ്റവും അവസാനത്തെ ചക്കയാണ്. കൂടി നമ്മുടെ ചക്കയെല്ലാം തീർന്നു. മഴക്കാലമൊക്കെ തുടങ്ങിയില്ലേ, ഇപ്പോൾ ചക്കയ്ക്കൊക്കെ മധുരമൊക്കെ കുറഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്താൽ പിന്നെ മധുരം കുറയും. ഇപ്പോൾ ഇത് നല്ല വരിക്ക ചക്കയാണ്. ഒത്തിരി മധുരക്കുറവാണ്, എന്നാലും കുഴപ്പമില്ല, മധുരം ഉണ്ട്. ഒത്തിരി മധുരക്കുറവല്ല, മഴ പെയ്ത് പോയതുകൊണ്ട് ചെറിയൊരു മധുരക്കുറവുണ്ട്. നമ്മളത് ആദ്യം നല്ലവണ്ണം വൃത്തിയാക്കി ചോള മാത്രം വേർതിരിച്ചെടുക്കുകയാണേ. കണ്ടോ, ഇത് നമ്മുടെ പറമ്പിൽ ചക്കയില്ല, പ്ലാവില്ല. ഇത് നമ്മുടെ ചേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തുവിട്ട ചക്കയാണ്. ഇത് വെച്ചാണ് നമ്മളിന്ന് ചക്ക ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടോ, നമ്മുടെ കുരുവെല്ലാം മാറ്റി ചുള മാത്രമായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. കണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മൾ അധികമായിട്ട് ചേരുവകളൊന്നുമില്ല. ശർക്കര, നെയ്യ്, പിന്നെന്താ ചേർത്ത എള്ള്, കശുവണ്ടി, അതായത് അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ ചക്ക. ഇതാണ് പ്രധാന ഐറ്റംസ്. ഇത്ര ഐറ്റംസേ ഉള്ളൂ. ആദ്യം നമ്മൾ ശർക്കര ഏകദേശം ഒരു 1.5 കിലോ ശർക്കര നമ്മൾ പാനിയാക്കി മാറ്റുന്നുണ്ട്. പാനിയാക്കി മാറ്റിയിട്ട് എന്നിട്ട് അതിൽ പിന്നെ ചക്ക വെള്ളം ഒഴിക്കാതെ, അത് ലേശം പോലും വെള്ളം തൊടാതെ മിക്സിയുടെ ജാറിൽ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ, തീരെ തരി കാണാൻ പാടില്ല, നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതേ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒരു തരി പോലും ഇല്ല. തരി വേണ്ട, നമുക്ക് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടണേ. കണ്ടോ, ഇത് കണക്ക് നമ്മുടെ ചക്കയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടേ. കണ്ടോ, ഈ രീതിയിൽ അരക്കണം. ഇതിൻ്റെ അകത്ത് ശർക്കര പാനിയോ അങ്ങനെ ഒന്നും ചേർക്കണ്ട, വെള്ളം പോലും ചേർക്കരുത്. അതേപോലെ തന്നെ ചക്ക മാത്രം ഇട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. കണ്ടോ, ഈ രീതിയിൽ നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടണം. ഇനി നമ്മുടെ ഉരുളി നമുക്ക് അടുപ്പത്ത് വെക്കാവേ. ഏകദേശമേ ഇതിൻ്റെ അകത്ത് നെയ്യ് നമ്മൾ ഏകദേശം ഒരു 3/4 കിലോ, അതായത് 750 മില്ലി നെയ്യ് നമ്മൾ ചേർത്തിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഉരുളി വെച്ച് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. കുറച്ചല്ല, ആ ചക്കയൊന്ന് വെന്ത് വരാനുള്ള നെയ്യ് ഒഴിക്കണം. കുറേശ്ശെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിൽ. അപ്പം നമ്മുടെ ശർക്കര പാനിയാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ശർക്കര നല്ല രീതിയിൽ പാനിയാക്കി മാറ്റി വെച്ച്. അപ്പോൾ നമ്മുടെ നെയ്യ് ഉരുളി കിടന്ന് ചൂടായി വരുന്നുണ്ട്, നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ചക്കയില്ലേ, ചക്ക ഇതിലിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ എണ്ണ നല്ല ചൂടാണ്. ഇത് കണ്ടോ, നല്ല രീതിയിൽ, എണ്ണയല്ല നെയ്യാണിത്, നല്ല രീതിയിൽ ചൂടായി കിടക്കുകയാണ്. അതിലിട്ട് നമുക്ക് വഴറ്റി എടുക്കണം. ഏകദേശം ഒരു 3-4 മണിക്കൂർ വേണ്ടി വന്നു കറക്റ്റായിട്ട് പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ഈ അലുവ കിട്ടാനായിട്ട്. കണ്ടോ, ഇത് നമ്മൾ ഇളക്കി ആദ്യം ഒന്ന് ഈ നെയ്യ് കിടന്ന് ഈ ചക്കയൊന്ന് വേവണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ അകത്ത് ശർക്കരപ്പാനി ചേർക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചക്കയ്ക്കൊന്ന് വേവുണ്ട്, അതൊന്ന് വെന്ത് നല്ല രീതിയിൽ വരണം. ആ നെയ്യുമായിട്ട് ചേർന്നേ ഒന്ന് വെന്ത് നല്ല രീതിയിൽ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ശർക്കര ഒഴിക്കുന്നത്. ശർക്കര നമ്മളെടുത്ത ശർക്കര എന്ന് പറഞ്ഞാൽ ഇത്തിരി വെള്ള ശർക്കരയായിരുന്നേ. ഇത്തിരി കറുത്ത ശർക്കര കിട്ടുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലുവയ്ക്ക് നല്ല കറുത്ത കളർ കിട്ടും. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പല ടിന്നിലായിട്ടാണ് എടുക്കുന്നത്. ആദ്യം നമ്പീഷൻസ് നെയ്യാണ് ഉപയോഗിച്ചത്, പിന്നെ ഇതൊക്കെ മിൽമയുടെ നെയ്യാണ്. അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഇളക്കി നല്ല രീതിയിൽ വഴറ്റി മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചക്കയും നെയ്യും കൂടെ ചേർന്നുള്ളൊരു മണമില്ലേ, അത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വെന്തിട്ടുണ്ട് ചക്ക. ഇനി നമുക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം ഒഴിക്കുക, കൂടുതൽ ചേർക്കണ്ട. മധുരത്തിന്, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച്. ചക്കയ്ക്ക് ഒരു മധുരമുണ്ട്, അതിന് പോരാത്ത മധുരമാണ് ഈ ശർക്കരയിലൂടെ ഒഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുക. അപ്പോൾ നല്ല രീതിയിൽ കണ്ടോ, നമ്മളത് മൊത്തം ഒഴിക്കുന്നില്ലേ. 1.25 കിലോ ശർക്കരയാണ് വാങ്ങിയത്, അത് മൊത്തം പാനിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ മിച്ചം വെച്ചു. എന്നിട്ട് ഇളക്കി നോക്കി കറക്റ്റ് ഇളകി കിട്ടിയതിന് ശേഷം മാത്രം, എല്ലാം മിക്സ് ആയതിന് ശേഷം ഒന്ന് നോക്കണം. ഒത്തിരി ലൂസാവാൻ പാടില്ല. കണ്ടോ, ഈ രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി നോക്കുക. അപ്പം ഏകദേശം ശർക്കരപ്പാനി ഇത്ര മതി. ബാക്കി നമ്മൾ മാറ്റുകയാണേ, ഇത്രേ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് ഈ ശർക്കരയും ചക്കയും കൂടെ ഒക്കെ ഒന്ന് ചേർന്ന് വരട്ടെ, നല്ല രീതിയിൽ ചേർന്ന് വരട്ടെ.
തുടർന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യിട്ട് കൊടുക്കണേ. ഇതിൻ്റെ അത് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ടേ അണ്ടിപ്പരിപ്പും വെള്ള നെയ്യുമാണ്, നെയ്യല്ല എള്ള് വെള്ള എള്ളും കണ്ട വെള്ള എള്ള് പിന്നെ അണ്ടിപ്പരിപ്പും നമ്മൾ എടുക്കണ്ടേ. അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മൂപ്പിച്ചൊന്നുമല്ല ചേർത്ത് കൊടുക്കുന്ന, നല്ല രീതിയിൽ അലുവ പരുവായി വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അത് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടോ, ഞാണ്ട് നമ്മുടെ അടുത്ത പാക്കറ്റ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോയുടെ പാക്കറ്റാണേ. അതും കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കി നല്ലോണം പരുവാക്കി എടുക്കണം. ഈ ചക്കയെ ഇത് നമ്മുടെ ചേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞല്ലോ. ഇത് ചേട്ടത്തിയുടെ വീട്ടിൽ അത്യാവശ്യം ചക്കയുണ്ട്, നമ്മുടെ വീട്ടിൽ ചക്കയില്ല. ഇനി പിന്നീട് നമ്മളിതിൽ ഏലക്കാപ്പൊടി ചേർക്കണം. ഇതിൻ്റെ അകത്ത് ഏലക്കാപ്പൊടി ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ആ കറുത്ത കുരു മാത്രമില്ലേ അത് ഇടിച്ചിട്ട് പൊടിയാക്കിയിട്ടാണ് ഇടയ്ക്ക് നമ്മൾ ഏലക്കാപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് തൊലി നമ്മൾ ഉപേക്ഷിക്കേണ്ടത്, ഏലക്കയുടെ തൊലി നമ്മൾ ഉപയോഗിക്കുന്നില്ല, കുരു മാത്രമായിട്ടാണേ. കേട്ടോ, ആ കുരു മാത്രമായിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അത് ആദ്യം കുറച്ചിട്ട് കൊടുത്തു, പിന്നെ ഇളക്കി കുറച്ച് ഇടുന്നുള്ള പകുതി കിട്ടുള്ളൂ. എന്നിട്ട് ഇളക്കി അത് ചേർക്കുകയാണ്. ഇടയ്ക്ക് നല്ലോണം പിടിക്കട്ടെ, നല്ല ഫ്ലേവർ കിട്ടും. ഏലക്കയുടെ ഫ്ലേവർ വേണമല്ലോ. ഉണ്ടോ, കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് നല്ല രീതിയിൽ, ഇത് അലുവ ഉണ്ടാക്കാൻ നെയ്യ് നല്ല രീതിയിൽ വേണം. ഈ പാകമായി കഴിഞ്ഞാൽ നെയ്യും അലുവയും തമ്മിൽ വിട്ട് വരും. അതായത് നെയ്യ് ഇങ്ങനെ ഇതെല്ലാം യോജിച്ച് നിൽക്കുകയല്ലേ, പാകമായി വരാൻ നേരം എണ്ണ വേറെ അലുവ വേറെ ആയിട്ട് വരും. കണ്ടോണം, അവസാനം ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ രീതിയിൽ ഇളക്കി ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 3-4 മണിക്കൂർ നീണ്ടു നിന്നൊരു പ്രവൃത്തിയായിരുന്നു. അതായത് അലുവയായി കിട്ടാൻ 4 മണിക്കൂറിൻ്റെ അടുത്ത് വേണ്ടി വന്നു. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പോരാത്ത നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വരിക്കച്ചക്കയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരിക്കച്ചക്ക. ഇതോടെ നമ്മുടെ സീസൺ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സീസണിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ചാനലിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ചക്ക അലുവ. ഇതിപ്പോൾ ചക്ക അലുവ, പിന്നെ ചക്ക ഷേക്ക് ഉണ്ടായിരുന്നു, ചക്കക്കുഴി ഉണ്ടായിരുന്നു, ചക്കയപ്പം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഏലക്കാപ്പൊടിയും കൂടെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കളർ മാറി വന്നിട്ടുണ്ട്, കറുത്ത് വരുന്നുണ്ട് അലുവ നമ്മുടെ. കണ്ടോ, ബാക്കി മിച്ചം വെച്ചിരുന്ന ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കണേ. എല്ലായിടും എത്തട്ടെ ഏലക്കയുടെ ഫ്ലേവർ. കണ്ടോ, ഇപ്പോൾ ഏകദേശം പരുവം മാറി വരുന്നതുണ്ടോ. അലുവ ആയിട്ടില്ല, ഇനിയുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇളക്കാൻ നേരം കണ്ടോ, ആ ഒരു പ്രത്യേകത കണ്ടോ. നേരത്തെ ഇളക്കിയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പം പാത്രത്തിൻ്റെ മൂട് ഭാഗം കാണുന്നുണ്ട്. കണ്ടോ, ഇളക്കിയെടുക്കുക. വീണ്ടും ഇളക്കി ഇതിൻ്റെ അകത്തെ നല്ല രീതിയിൽ നമ്മൾ ഇളക്കണം. കൈയെടുക്കാത്ത രീതിയിൽ ഇളക്കി ഇടുന്നില്ലേ നമുക്ക് അലുവ നല്ല രീതിയിൽ കിട്ടുള്ളൂ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ അടി പിടിക്കും. അത് പാടില്ല. നമ്മൾ കൈയെടുക്കാതെ ആൾ നിന്ന് ഒരാൾ ഇളക്കി മാറി മറ്റേ ആൾ ഇളക്കി അങ്ങനെയാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുത്തത്. കണ്ടോ, പിന്നെയും കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് എണ്ണയിലൊന്നും മൂപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണേ. കണ്ടോ, ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അണ്ടിപ്പരിപ്പ് ഇതിൽ തന്നെ കിടന്ന് നെയ്യിൽ വേവല്ല മൊരിയും. എള്ളും ഇതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതായത് സെപ്പറേറ്റ് നെയ്യെടുത്ത് മൂപ്പിക്കുന്നില്ല. ഇനി നമുക്ക് എള്ളിടാം. നമ്മുടെ വെള്ള എള്ളാണ് ഉപയോഗിക്കുന്നത്. കറുത്ത എള്ള് ഇതൊന്ന് ബ്രൈറ്റ്നസ് അതിൽ കാണാൻ കിട്ടും. വെള്ള എള്ള് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. കറുത്ത നേരത്തേക്ക് മൊത്തം കറുത്ത് പോകില്ലേ, അല്ലെങ്കിൽ ഒന്നാമതേ കറുത്തിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വെള്ള കാണാൻ നേരം ഒരു ഭംഗിയായിരിക്കും. അതും എള്ളും നമ്മുടെ അണ്ടിപ്പരിപ്പും നല്ല രീതിയിൽ അത് യോജിപ്പിച്ച് വെക്കാം. ഇനി ഒരു ഏകദേശം 1 മണിക്കൂറും കൂടി പരിപാടി ഉണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ നെയ്യ് തടവി അത് വെക്കണം. അവിടെ നമ്മൾ 2 പ്ലേറ്റിലാണ്, സ്റ്റീൽ പ്ലേറ്റിലാണ് എണ്ണ തടവി വെക്കുന്നത്. എന്നിട്ട് അലുവ ആയതിനു ശേഷം നമ്മളിത് കോരി വെച്ചതിന് ശേഷമാണ് 1 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 ദിവസം, അതായത് റൂമിൽ 1 ദിവസം, റൂം ടെമ്പറേച്ചർ, ഫ്രിഡ്ജിലോ ഫ്രീസറിലോ അങ്ങനെയൊന്നും വെക്കരുത്. നമ്മൾ റൂമിൽ തന്നെ വെക്കുക, അതായത് അടുക്കളയിൽ മൂടി വെക്കുക. കണ്ടോ, നമ്മുടെ അലുവ ആയി വരുന്നുണ്ട്. കുറേശ്ശെ നെയ്യ് തിരിച്ച് വിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതേ കണ്ടോ, പിന്നെയും അതിൻ്റെ രൂപം മാറി. ഇതേ നെയ്യ് തിരിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ വേറെ അലുവ വേറെ എന്ന രീതിയിലായിട്ടുണ്ട്. അലുവ ഏകദേശമായിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്.
നമ്മൾ എത്രത്തോളം തിക്കാക്കുന്നോ അത്രത്തോളം ഹാർഡാവും. ഇത് കഴിക്കാൻ നേരത്തേക്ക് ഹാർഡ്നെസ് കൂടുതൽ വേണമെങ്കിൽ കുറേ നേരം കൂടിയിട്ട് ഇട്ട് വഴറ്റുവാണെങ്കിൽ ഇത് ഒന്നും കൂടെ ഹാർഡാവും തണുക്കുമ്പോഴേ. കണ്ടോ ഇപ്പം പാത്രത്തിലൊന്നും പിടിക്കുന്നില്ല, ഇളക്കാൻ നേരം കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഉരുട്ട് കളിക്കുകയാണ്. കണ്ടോ അതേ നെയ്യ് വന്ന് തുടങ്ങി. ഇതാണ് അലുവയുടെ പരുവം. നമ്മൾ അലുവയിൽ നിന്ന് നെയ്യ് വേറെ വിട്ട് ഇങ്ങനെ വരും. ഇതാണ്ടേ, ഇതാണ് നമ്മുടെ അലുവയുടെ പരുവം. അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിച്ചപ്പോഴേ വായിൽ പൂ പോലെ എന്നുള്ളതൊക്കെ പറയില്ലേ, അതേമാതിരിയായിരുന്നു. ഇനി നമുക്ക് ഇത് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാവേ. കണ്ടോണേ, നമ്മുടെ നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്ക് കുറേശ്ശെ മാറ്റി എന്നിട്ട് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കണം. നമ്മുടെ ആ സ്റ്റീൽ പാത്ര തവി കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നു. അപ്പോൾ അതേ എണ്ണ നെയ്യ് വിട്ട് വരുന്നുണ്ടോന്നേ, ആ പാത്രത്തിൻ്റെ അടിയിലായിട്ട് നെയ്യ് വിട്ട് കിടക്കുന്നുണ്ടോ ഉണ്ടോ. അത് നമ്മൾ ആ തവി വെച്ച് തന്നെ ആ അലുവ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരുമ്മി കൊടുക്കുകയാണ്. ആ പാത്രത്തിൻ്റെ ഷേപ്പിലാക്കുകയാണ്. കണ്ടോ, ഇതാകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടും. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ച് നാളെ നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പം ഏകദേശം 2 പാത്രത്തിലുമായിട്ടുണ്ടേ. ഉണ്ട്, നമ്മൾ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം കൊണ്ടോ ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഇത് നിരത്തി കൊടുക്കണേ. എല്ലാ ഭാഗവും ഒരുപോലെ ആക്കാൻ ശ്രമിക്കണം. നമ്മുടെ എല്ലാ ഭാഗമൊന്നും ഒരുപോലെ ആയില്ല, ഏകദേശം പ്ലേറ്റിൻ്റെ ആ ഒരു ആകൃതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. ഉണ്ടോ, നമ്മുടെ അങ്ങനെ 2 പാത്രത്തിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അലുവ. ഇനി നമ്മുടെ രണ്ടാമത്തെ പാത്രത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത്, ആദ്യത്തെ പാത്രം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അലുവ. നമ്മുടെ കണ്ടോ നെയ്യ് അന്നേരം മുകളിൽ കൂടെ വരുന്നുണ്ടേ. നെയ്യ് കണ്ടോ, നല്ല രീതിയിൽ നെയ്യ് അതിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ രണ്ടാമത്തെ പാത്രത്തിൽ നിരത്തി കൊടുക്കാം. നമുക്ക് ഈ അലുവ ഇങ്ങനെ നമ്മുടെ വെളുത്ത എള്ള് ചേർക്കാൻ നേരം കാണാനൊരു ഭംഗിയാണേ. കണ്ടോ, ആ വെള്ള ഡോട്ട് പോലെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ നേരവും ഒരു നല്ലൊരു ഭംഗിയാണ്. അലുവ എള്ള് ചേർത്ത് കഴിഞ്ഞാൽ. കണ്ടോ, നമ്മൾ 2 പാത്രവും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോരാത്ത ഭാഗങ്ങൾ, ഒത്തിരി പ്രശ്നമുള്ള ഭാഗത്തെല്ലാം കുറേശ്ശെ അലുവ വെച്ച് പരത്തി കൊടുക്കാം. നമ്മുടെ പാത്രം കാലിയായിട്ടുണ്ട്. അടിയിൽ നെയ്യ് വന്ന് തങ്ങിക്കിടക്കുന്നുണ്ടോന്നേ. ഈ പാത്രത്തിൻ്റെ മേലെയുണ്ട് നെയ്യ്. നല്ല രീതിയിൽ വേണം ഏകദേശം ഈ അലുവ ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മുടെ അലുവപ്പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് റെസ്റ്റ് ടൈമാണ്. ഇനി എല്ലാം സെറ്റാക്കി 2 പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഒന്നും കൂടെ പരത്തി നടുഭാഗം ഒന്നും കൂടി പരത്തി കൊടുക്കാം. ഇനി അത് അവിടെ ഇരിക്കട്ടെ, റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 1 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അങ്ങനെ നമ്മുടെ അലുവ കട്ട് ചെയ്യാൻ പോവാണേ. നമ്മളൊന്ന് സ്പൂൺ വെച്ച് അടിഭാഗം ഇളക്കി കൊടുക്കുന്നുണ്ട്, അഥവാ വിട്ട് വന്നില്ലെങ്കിൽ എന്ന് കരുതിയിട്ടാണ്. ഇനി നമുക്കൊരു പിച്ചാത്തി വെച്ച് കുറുകയും നീളത്തിലുമായിട്ട് നമുക്ക് മുറിക്കാം അലുവ. കണ്ടോ, ഇങ്ങനെ വരകളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൊക്കിയെടുക്കാൻ പറ്റും പാത്രത്തിൽ നിന്ന്. ഇപ്പോൾ കണ്ടോണേ, ഇതാണ്ട ഇപ്പം കാണിച്ചില്ല.
അധികം ചേരുവകളൊന്നുമില്ല, എളുപ്പത്തിൽ മൈദയോ അരിപ്പൊടിയോ നമ്മളൊന്നും ചേർക്കുന്നില്ല. നമ്മളെ ചക്ക മാത്രമേ ഉള്ളൂ ബേസായിട്ട്, പിന്നെ ശർക്കരയും. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് വാഴ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പൂ പോലത്തെ അലുവയാണ്, നല്ല സോഫ്റ്റായിരുന്നു. ഈ കാണുന്ന പുറക്കല്ല, നമ്മൾ കഴിച്ചു നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിരുന്നു അലുവ എന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റുണ്ട്, ചക്കയുടെ ഫ്ലേവറും അത്യാവശ്യം നല്ല ഫ്ലേവറും ഉണ്ടായിരുന്നു, ഏലക്കയുടെ ഫ്ലേവർ അടിപൊളിയായിരുന്നു. ഇതുവരെ നമ്മൾ അലുവ ഉണ്ടാക്കി നോക്കിയില്ല, ഇതൊരു ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുന്നത് ചക്ക വെച്ചിട്ട്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചക്ക കിട്ടാൻ നേരം, ഇനി ചക്ക കിട്ടാൻ നേരം കുറച്ചെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇച്ചിരി മെനക്കെട്ട് കഴിഞ്ഞാലേ നമുക്ക് മായമില്ലാത്ത സാധനം കഴിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത് അടുത്ത പ്ലേറ്റിലെ ചക്ക അലുവ അതും മുറിക്കാം നമുക്ക്. ഇത് നമ്മൾ കുറച്ച് നമ്മുടെ ബന്ധുക്ക വീട്ടിൽ കൊടുത്തു, പിന്നെ കുറച്ച് ചേട്ടനും ചേട്ടത്തിക്കും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയൽവക്കത്ത് രണ്ട് വീട്ടിൽ കുറച്ച് കൊടുക്കും. ഇത്രയും ഉള്ളായിരുന്നു. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 കിലോയുടെ അടുത്തേ ഉള്ളൂ ഇത്ര ഉണ്ടാക്കിയിട്ട്. കണ്ടോ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ അലുവയുടെ ടെക്സ്ചർ കണ്ടോ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്കും മുതിർന്നവർക്കും. അധികം മധുരവും ഇല്ല, നമ്മൾ മധുരം ശർക്കര കുറച്ചാണ് ചേർത്തത്, അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത സീസണിൽ ചക്ക കിട്ടാൻ നേരമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായം അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ഇടണേ, ഇഷ്ടപ്പെടുന്നവർ. അഥവാ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ തന്നെ എന്നെ അറിയിക്കുകയും വേണേ. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും സ്നേഹം വിളമ്പി കൊടുക്കാം, എല്ലാ കൂട്ടുകാർക്കും സ്നേഹം വിളമ്പി കൊടുക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ സ്നേഹം. നോക്കിക്കേ, ആ അലുവയുടെ ആ ഒരു ടെക്സ്ചർ നോക്കിക്കേ. ആഹാ, എന്ത് ടേസ്റ്റായിരുന്നു അറിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. ഓക്കെ, ബൈ ബൈ.